ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഏവർക്കും ദ വേൾഡ് ഓഫ് ഹിസ്റ്ററീസിൻ്റെ യൂസഫ് നബിയുടെ ചരിത്രത്തിലെ പാർട്ട് 5 സ്വാഗതം. വിജനമായ ഒരു ഭൂപ്രദേശം. അങ്ങിങ്ങായി ചില കുടിലുകളുണ്ട്. അല്പമകലെ ജനവാസ കേന്ദ്രമാണ്. ശാന്തസുന്ദരമായ നാട്ടിൻപുറം. അങ്ങോട്ടാണ് രാജാവിന്റെ യാത്ര. കൂടെ പരിവാരങ്ങളുമുണ്ട്. കുതിരപ്പുറത്താണ് സഞ്ചാരം. എന്തോ ഒരു ശബ്ദം കേൾക്കുന്നല്ലോ. ഒരു ദയനീയ സ്വരം കേട്ടു, പരിചയമുള്ള ശബ്ദം പോലെ. അവർ കാതോർത്തു. അതാ ആ കാണുന്ന കുടിലിൽ നിന്നാണ് ശബ്ദം. ഒരു കിഴവി അവിടെ വടിയിൽ ഒന്ന് നിൽക്കുന്നുണ്ട്. രാജാക്കന്മാരെ അവരുടെ ചെയ്തികൾ കാരണം അടിമകളാക്കുകയും അടിമകളെ അവരുടെ അനുസരണം മൂലം രാജാക്കന്മാരാക്കുകയും ചെയ്ത നാഥൻ എത്ര പരിശുദ്ധൻ! അതായിരുന്നു ആ കിഴവി പറഞ്ഞുകൊണ്ടിരുന്നത്. കിഴവിയുടെ വാക്കുകൾ കേട്ടപ്പോൾ യാത്രാസംഘം അവിടെ നിന്നു. ചിന്താർഹമായ വാക്കുകൾ. ആ കിഴവിയെ ഇങ്ങോട്ട് കൊണ്ടുവരൂ. എന്താണ് അവരുടെ ആവശ്യം? ഞാൻ അറിയട്ടെ. യൂസുഫ് അലൈഹിസ്സലാം ഉത്തരവിട്ടു. ഞൊടിയിട കൊണ്ട് സേവകന്മാർ വൃദ്ധയെ കൊണ്ടുവന്നു. അവർക്ക് കാഴ്ചക്കുറവുണ്ട്. ആളുകളെ തിരിച്ചറിയാൻ കഴിയുന്നില്ല. കാലിന് സ്വാധീനക്കുറവുമുണ്ട്. ഊർന്നവടിയുടെ സഹായത്തോടെയാണ് സഞ്ചാരം. യൂസുഫ് അലൈഹിസ്സലാം അവരെ അടുത്തേക്ക് വിളിച്ചു. നിങ്ങൾ ആരാണ്? എന്താണ് നിങ്ങളുടെ ആവശ്യം? ചോദ്യം കേട്ട് അവർ പകച്ചു നിന്നു. യൂസുഫേ, താങ്കൾക്ക് എന്നെ അറിയില്ലേ? ഞാൻ സുലൈഖയാണ്. നീണ്ട കാലം താങ്കളെ പരിപാലിച്ച രാജ്ഞിയായിരുന്ന സുലൈഖ. യൂസുഫ് അലൈഹിസ്സലാം അത്ഭുതപ്പെട്ടു നിന്നു. എത്ര സുന്ദരിയും ധനികയുമായിരുന്നു ഇവർ. സദ്വൃത്തനും സത്യസന്ധനുമായി ജീവിച്ചപ്പോൾ താങ്കൾക്ക് അല്ലാഹു ഔന്നിത്യം നൽകി, സർവ ആദരവും നൽകി. കുതന്ത്രവും വക്രബുദ്ധിക്കാരിയുമായിരുന്ന എന്നെ നിന്ദയാക്കുകയും ചെയ്തു. ജീവിത വിജയത്തിന് ആവശ്യമായത് സത്യസന്ധത തന്നെയാണ്. സുലൈഖ, നിനക്ക് എന്ത് സംഭവിച്ചു? നീ ധനികയായിരുന്നല്ലോ. യൂസുഫ് അലൈഹിസ്സലാം ചോദിച്ചു. ഞാൻ ധനികയായിരുന്നു. കണക്കില്ലാത്ത സ്വർണവും രത്നവും എന്റെ ഉടമയിൽ ഉണ്ടായിരുന്നു. അമ്പരച്ചുംബിയായ കൊട്ടാരവും ഉണ്ടായിരുന്നു. അതെല്ലാം എനിക്ക് നഷ്ടമായി. ഞാൻ അങ്ങയെ സ്നേഹിച്ചിരുന്നല്ലോ. എന്റെ ജീവനേക്കാൾ ഉപരിയായിരുന്നു സ്നേഹം. അങ്ങയുടെ ജയിൽവാസത്തിന് ശേഷം ഞാൻ വളരെയേറെ ദുഃഖിതയായി. ഊണില്ലാത്ത ഉറക്കമില്ലാത്ത എത്ര രാപ്പകലുകളാണ് ഞാൻ തള്ളി നീക്കിയത്. കരഞ്ഞ് എന്റെ കാഴ്ചക്ക് ക്ഷതമേറ്റു. ഇല്ല, എനിക്ക് ഒന്നും കാണേണ്ടതില്ല. എന്റെ യൂസുഫിന്റെ മുഖം കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്ന് ഞാൻ ചിന്തിക്കുകയായിരുന്നു. എന്റെ അടുക്കൽ വന്ന ആരെങ്കിലും യൂസുഫിനെ സംബന്ധിച്ച് സംസാരിച്ചാൽ ഞാൻ അവർക്ക് രത്നം കൊടുക്കുമായിരുന്നു. രത്നം തീർന്നപ്പോൾ സ്വർണം കൊടുക്കാൻ തുടങ്ങി. ധാരാളം ആളുകൾ വന്ന് അങ്ങയുടെ ഗുണങ്ങൾ പറയാൻ തുടങ്ങി. അവർക്കെല്ലാം ഉപഹാരങ്ങൾ നൽകി എന്റെ സമ്പത്ത് മുഴുവനും തീർന്നുപോയി. എനിക്കതിൽ യാതൊരു സങ്കടവുമില്ല. എന്റെ പ്രിയതമൻ അസീസ്, അദ്ദേഹത്തിന്റെ മരണത്തോടെ ആ കൊട്ടാരവും ഞാൻ ഉപേക്ഷിച്ചിരിക്കുകയാണ്. ഇപ്പോഴിതാ ഈ കുഗ്രാമത്തിലെ ഈ കുടിലിലാണ് താമസം. സുലൈഖയുടെ ജീവിത കഥ കേട്ട് യൂസുഫ് അലൈഹിസ്സലാമിന്റെ നയനങ്ങൾ ആർദ്രമായി. പരിവാരങ്ങൾ കാണാതെ കണ്ണുനീർ തുടച്ചു. എനിക്കൊരു പ്രതിമയുണ്ടായിരുന്നു, എന്റെ ആരാധ്യ വസ്തുവായ പ്രതിമ. ഞാൻ അതിനോട് കരഞ്ഞു പ്രാർത്ഥിച്ചു, യൂസുഫിനെ എന്നിലേക്ക് എത്തിച്ചു തരണമേ എന്ന്. പക്ഷെ ഫലം കണ്ടില്ല. സങ്കടം കൊണ്ട് ഞാൻ അതിനെ തള്ളി തകർത്തു. എനിക്കതിൽ വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ അങ്ങയുടെ ആരാധനയിൽ വിശ്വസിച്ചിരിക്കുന്നു. സുലൈഖയെ കൂട്ടി ഇവരെ പഴയ കൊട്ടാരത്തിലേക്ക് എത്തിക്കൂ. ഭരണാധിപൻ ഉത്തരവിട്ടു. പരിചരിക്കാൻ സേവകരെയും ഏർപ്പെടുത്തുകയുണ്ടായി. നിങ്ങൾ കൊട്ടാരത്തിൽ വിശ്രമിക്കൂ. ഞങ്ങളൊരു യാത്രയിലാണ്. മടങ്ങി വന്നതിന് ശേഷം നമുക്ക് സംസാരിക്കാം. സുലൈഖയ്ക്ക് സമാധാനമായി. പരിചാരകരോടൊപ്പം അവർ കൊട്ടാരത്തിലേക്ക് യാത്രയായി. മധുരൂറുന്ന ഗതകാല സ്മരണകൾ അയവിറക്കിക്കൊണ്ടായിരുന്നു യാത്ര. താൻ രാജ്ഞിയായി വാണിരുന്ന കൊട്ടാരം, തോഴിമാർ നൃത്തം ചെയ്തു ആനന്ദം പകർന്ന മന്ദിരം, യൂസഫിനെ വശത്താക്കാൻ തന്ത്രം മെനഞ്ഞ സൗധം. സുലൈഖ കൊട്ടാരത്തിലെത്തി. അടഞ്ഞു കിടന്നിരുന്ന കവാടങ്ങൾ തുറക്കപ്പെട്ടു. തന്റെ മണിയറയും രാജകീയ കട്ടിലും കണ്ട് വിങ്ങിപ്പൊട്ടി. അശ്രുകണങ്ങൾ ഒരരുവി പോലെ ചാലിട്ടൊഴുകി. അന്നത്തെ ജനസമ്പർക്കം കഴിഞ്ഞ് യൂസുഫ് അലൈഹിസ്സലാം കൊട്ടാരത്തിലെത്തി.
സ്വന്തം വീട് പോലെ വർഷങ്ങൾ ജീവിച്ച കൊട്ടാരം. അവിടെ വീണ്ടും എത്തിയപ്പോൾ മനസ്സിനൊരു വല്ലായ്മ. ഉമ്മയെ പോലെ ഭക്ഷണം നൽകിയും സാന്ത്വനപ്പെടുത്തിയും പരിചരണം നൽകിയ സുലേഖ, പിതൃസ്ഥാനത്ത് നിന്ന് സ്വാന്തനം നൽകിയ അസീസ്, എല്ലാം ആ മനസ്സിലൂടെ മിന്നിമറഞ്ഞു. ഓർമ്മയുടെ ഓളങ്ങൾ മനസ്സുകളിൽ തിരയടിക്കുകയാണ്. യൂസുഫ് അലൈഹി ഇസ്ലാമിനെ കണ്ട മാത്രയിൽ സുലൈഖ ഇരിപ്പിടത്തിൽ നിന്നും എഴുന്നേറ്റ് ആദരവ് പ്രകടിപ്പിച്ചു. കാഴ്ച കുറവാണെങ്കിലും യൂസുഫ് അലൈഹി ഇസ്ലാമിന്റെ ആഗമനം സുലൈഖക്ക് വേഗത്തിൽ മനസ്സിലായി. അവർ മുഖാമുഖം ഇരുന്നു. ഉദ്വേഗജനകമായ നിമിഷം. സുലൈഖ, എന്താണ് നിനക്ക് ആവശ്യമായിട്ടുള്ളത്? പറഞ്ഞോളൂ. ആവശ്യങ്ങൾ നിറവേറ്റിത്തരാൻ ഇപ്പോൾ എനിക്ക് കഴിയുന്നതാണ്. മൗനം മുഞ്ചിച്ചുകൊണ്ട് യൂസുഫ് അലൈഹി ഇസ്ലാം ചോദിച്ചു. എനിക്ക് 3 ആവശ്യങ്ങളുണ്ട്. അത് താങ്കൾ സാധിപ്പിച്ചു തരണം. താങ്കൾക്ക് അതിന് കഴിയും, സുലൈഖ പറഞ്ഞു. കൊട്ടാരത്തിലെ കൂടിക്കാഴ്ചയിൽ സുലൈഖ തന്റെ ആവശ്യങ്ങൾ യൂസുഫ് അലൈഹി ഇസ്ലാമിനെ അറിയിക്കുകയാണ്. എന്റെ കണ്ണിന്റെ കാഴ്ച തിരിച്ചു കിട്ടണം. അതാണ് എന്റെ 1ാമത്തെ ആവശ്യം. ഉടനെ യൂസുഫ് അലൈഹി ഇസ്ലാം ദുആ ചെയ്തു. അത്ഭുതം, അവരുടെ കാഴ്ച തിരിച്ചു കിട്ടി. യൂസുഫ് അലൈഹി ഇസ്ലാമിനെ കൺകുളിർക്കെ കണ്ട് സന്തോഷമായി. എന്റെ സൗന്ദര്യവും ആരോഗ്യവും തിരിച്ചു ലഭിക്കണം. അതായിരുന്നു 2ാമത്തെ ആവശ്യം. പ്രാർത്ഥനാ ഫലമായി അതും തിരികെ ലഭിച്ചു കഴിഞ്ഞു. ഇനി എന്താണ് 3ാമത്തെ ആവശ്യം? യൂസുഫ് അലൈഹി ഇസ്ലാം ആരാഞ്ഞു. 3ാമത്തേത് ഒരു അർദ്ധവിരാമത്തോടെ അവർ പറഞ്ഞു നിർത്തി. ശങ്കിക്കേണ്ട, പറഞ്ഞോളൂ. താങ്കൾ എന്നെ ജീവിത പങ്കാളിയായി സ്വീകരിക്കണം, സുലൈഖ പറഞ്ഞു. യൂസുഫ് അലൈഹി ഇസ്ലാം അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. ഞാൻ എന്താണ് ഈ കേൾക്കുന്നത്? ഈ വൃദ്ധയെ ഞാൻ വിവാഹം ചെയ്യുകയാണ്. ആവശ്യങ്ങൾ നിറവേറ്റാമെന്ന് വാക്ക് കൊടുത്തതാണ്. വാഗ്ദാന ലംഘനം സത്യവിശ്വാസിക്ക് ഭൂഷണമല്ല. അദ്ദേഹം അസ്വസ്ഥനായി. ഉടനെ ജിബ്രീൽ അലൈഹി ഇസ്ലാം ആഗതനായി. മലക്കിന്റെ സാന്നിധ്യം നബി അറിഞ്ഞു. മലക്ക് പറഞ്ഞു, നബിയെ, താങ്കൾക്ക് അള്ളാഹു സലാം പറഞ്ഞിരിക്കുന്നു. ഇഹലോകത്തും പരലോകത്തും താങ്കളുടെ സഹധർമ്മിണി സുലൈഖ തന്നെയാണ് എന്ന് അള്ളാഹു അറിയിച്ചിരിക്കുന്നു. ആയതിനാൽ താങ്കൾ സന്തോഷിക്കുക. മലക്ക് അപ്രത്യക്ഷമായി. അള്ളാഹുവിന്റെ കൽപ്പന, അത് അനുസരിക്കാൻ ഞാൻ എപ്പോഴും കടപ്പെട്ടവനാണ്. യൂസുഫ് അലൈഹി ഇസ്ലാമിന്റെ മനസ്സ് മാറി. സുലൈഖയോടുള്ള സ്നേഹം മനസ്സിൽ ഉറവയെടുക്കാൻ തുടങ്ങി. സ്വന്തം താല്പര്യമല്ല, അള്ളാഹുവിന്റെ താല്പര്യമാണ് സത്യവിശ്വാസി തെരഞ്ഞെടുക്കുക. അപ്പോഴാണ് ഒരു മഹാത്ഭുതം യൂസുഫ് അലൈഹി ഇസ്ലാമിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. സുലൈഖയിൽ രൂപമാറ്റം സംഭവിച്ചിരിക്കുന്നു. താരുണ്യം തുളുമ്പുന്ന യുവതി. ജരാനരകളെല്ലാം അപ്രത്യക്ഷമായിരിക്കുന്നു. യൂസുഫ് അലൈഹി ഇസ്ലാമിന് ചേരുന്ന ഇണ. ഇനി വിവാഹകർമ്മം നടക്കണം. അത് പരസ്യമായിരിക്കണം, രാജകീയമായിരിക്കുകയും ചെയ്യണം. പഴയ തോഴിമാരിൽ ജീവിച്ചിരിക്കുന്നവർ സുലൈഖയെ കാണാനെത്തി. ഹൂറിയൻ വനിതകളെ അനുസ്മരിക്കുന്ന ഭംഗി അവർക്ക് ലഭിച്ചിരിക്കുന്നു. വിവാഹകർമ്മത്തിന് ദിവസം നിശ്ചയിച്ചു മംഗളപന്തലൊരുങ്ങി. ആബാലവൃദ്ധരും ആഘോഷത്തിമർപ്പിലായി. പൃഥ്വീർ മഹാരാജാവ്, അദ്ദേഹമാണ് വിവാഹകർമ്മത്തിന് നേതൃത്വം നൽകിയത്. സുലൈഖയുടെ സഹോദരനാണല്ലോ അദ്ദേഹം. സുലൈഖ യൂസുഫ് അലൈഹി ഇസ്ലാമിന്റെ ഇണയായി തീർന്നു. കാത്തിരുന്ന ദിനം സമാഗതമായി. തോഴിമാർ ആഭരണങ്ങളുമായി വന്ന് മണവാട്ടിയെ ചമയിച്ചു. കണ്ണഞ്ചിപ്പിക്കുന്ന പട്ടുവസ്ത്രങ്ങൾ അണിഞ്ഞൊരുങ്ങിയപ്പോൾ സുലൈഖയുടെ അഴക് 10 മടങ്ങ് വർദ്ധിച്ചു. തോഴിമാർ പാട്ടുപാട് മണവാട്ടിയെ മണിയറയിലേക്ക് ആനയിച്ചു. സൗന്ദര്യത്തിന്റെ പ്രതിരൂപമായ മണവാളൻ സലാം ചൊല്ലി മണിയറയിൽ പ്രവേശിച്ചു. ഇന്ന് അവരുടെ ആദ്യ രാത്രിയാണ്. ഈ രാത്രി എത്ര അനുഗ്രഹീതം, എത്ര ശാന്തസുന്ദരം! സുലൈഖ, യൂസുഫ് അലൈഹി ഇസ്ലാം വിളിച്ചു. പ്രിയതമ തലയുയർത്തി. അന്ന് നീ ആഗ്രഹിച്ചത് നീചമായ കാര്യമായിരുന്നു. അതിനേക്കാൾ എത്രയോ മഹത്വമേറിയതാണ് ഇന്നത്തെ കാര്യം. സുലൈഖയുടെ കണ്ണുകൾ നിറഞ്ഞു. കണ്ണീരിന്റെ കഥകൾ പറയുന്ന കണ്ണാണത്. സ്നേഹത്തിന്റെ നോവറിഞ്ഞ നയനങ്ങളാണത്. സുലൈഖ തന്റെ രഹസ്യകഥ പ്രിയതമനെ അറിയിച്ചു. ഇന്ന് വരെ ഒരാളെയും അറിയിക്കാത്ത കഥന കഥ. അസീസുമായുള്ള എന്റെ വിവാഹം. ഞാനന്ന് അതീവ സുന്ദരിയും ആരോഗ്യവതിയുമായിരുന്നു. വലിയ പ്രതീക്ഷയോടെയാണ് മണവാട്ടിയായി അസീസിന്റെ വീട്ടിലെത്തുന്നത്. ദിവസങ്ങൾ 1ഉം 2ഉമായി പലതും കഴിഞ്ഞു. അപ്പോഴാണ് ഞാനൊരു സത്യം മനസ്സിലാക്കിയത്. അസീസ് ഒരു ഷണ്ഠനാണ്. അദ്ദേഹത്തിന് ലൈംഗിക ശേഷി തീരെയില്ല. ഞാൻ ഏറെ പ്രയാസപ്പെട്ടു. ഇനി എന്തു ചെയ്യും? വിവാഹമോചനത്തിന് ആവശ്യപ്പെട്ടാലോ?
അങ്ങനെ ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഒരതിഥിയായി അടിമരൂപത്തിൽ അങ്ങ് എത്തിച്ചേരുന്നത്. അങ്ങയെ കണ്ടതോടെ എന്റെ മട്ട് മാറി. എന്റെ സ്നേഹം അങ്ങയിലേക്ക് ഒഴുകാൻ തുടങ്ങി. സുലൈഖ കന്യകയായിരുന്നു. ഭർത്തൃസുഖം അവൾ ഇതുവരെ അനുഭവിച്ചറിഞ്ഞിട്ടില്ല. സുലൈഖ യൂസുഫ് അലൈഹി ഇസ്ലാമിന്റെ ഇണയാണ്. അത് അള്ളാഹു നേരത്തെ നിശ്ചയിച്ച കാര്യമാകുന്നു. എത്ര ആസൂത്രിതമായാണ് കാര്യങ്ങളെ അള്ളാഹു നിയന്ത്രിക്കുന്നത്. യൂസുഫ് അലൈഹി ഇസ്ലാം കുടുംബജീവിതം തുടർന്നു. സ്നേഹവും സമാധാനവുമുള്ള ജീവിതം. ഭരണകാര്യ നിർവഹണം, ദീനീ പ്രബോധനം, ആരാധന എന്നിവയെല്ലാം മുറ പോലെ നടന്നു. ക്ഷേമത്തിന്റെ 7 വർഷങ്ങൾ കഴിഞ്ഞുപോയി. ഇനി വറുതി കാലമാണ് വരുന്നത്. മഴ കുറഞ്ഞു. നൈൽ നദിയിലെ വെള്ളം താഴ്ന്നു. കനാലുകൾ വരൾച്ച ബാധിച്ചിരിക്കുന്നു. ഭൂമി ഊഷരമാവുകയാണ്. കായ്ക്കനികൾ വിരളമായി തുടങ്ങി. ധാന്യങ്ങൾ മുളക്കുന്നില്ല. വൃക്ഷങ്ങൾ ഫലം നൽകുന്നില്ല. മൃഗങ്ങൾ ഗർഭം ധരിക്കുന്നില്ല. പറവകൾ അടയിരിക്കുന്നില്ല. ക്ഷാമകാലം തുടങ്ങുകയാണ്. ഇനിയുള്ളത് വറുതിയുടെ കാലമാണ്. മനുഷ്യരിലുമുണ്ട് മാറ്റങ്ങൾ, ശാരീരിക മാറ്റങ്ങൾ, സ്വഭാവ മാറ്റങ്ങൾ. ഈജിപ്തിൽ ഗോഡൌണുകളുണ്ട്, ധാന്യങ്ങളുടെ സൂക്ഷിപ്പു കേന്ദ്രങ്ങൾ. ധാന്യങ്ങളാൽ നിബിഡമാണവ. ഗോഡൌണുകൾക്ക് കാവൽക്കാരെ ഏർപ്പെടുത്തി. രാജാതിർത്തികളിൽ ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിച്ചു. വിദേശികൾക്ക് വിശ്രമിക്കാൻ സത്രങ്ങളും സജ്ജീകരിച്ചിരിക്കുന്നു. കാനേശുമാരെ നേരത്തെ തയ്യാറാക്കിയിട്ടുണ്ട്. അതനുസരിച്ച് ഭക്ഷണ പൊതുവിതരണ കേന്ദ്രം സ്ഥാപിച്ചു. അംഗങ്ങളെ അറിയിക്കുന്ന കാർഡുകൾ തയ്യാറാക്കിയിട്ടുണ്ട്. ദാരിദ്ര്യം ഈജിപ്തിൽ മാത്രമല്ല അയൽ പ്രദേശങ്ങളിലും ബാധിച്ചിരിക്കുകയാണ്. തൊഴിലില്ല, കാർഷികോൽപ്പന്നങ്ങൾ ലഭിക്കുന്നില്ല. ഈജിപ്തുകാർ ക്ഷേമത്തിലാണ്. അവർ പട്ടിണി കിടക്കുന്നില്ല. അവർക്ക് അവരുടെ അസീസ് ഭക്ഷണം നൽകുന്നുണ്ട്. സൗജന്യമായാണ് നൽകുന്നത്. അയൽ രാജ്യങ്ങളിൽ അത് വാർത്തയായി. രാജാവ് അസീസ്, അത് സ്ഥാനപ്പേരാണ്. ഈജിപ്ത് ഭരിക്കുന്നവരെല്ലാം അസീസാണ്. അങ്ങകലെ ഷാമിലേക്കുള്ള പാത. വളഞ്ഞും പുളഞ്ഞുമുള്ള ആ വഴിയിലൂടെയാണ് കച്ചവട സംഘം കടന്നു പോകാറുള്ളത്. പാതയോരത്ത് ഒരു കൊച്ചു കുടിലുണ്ട്. ഓലകൾ കൊണ്ട് മേൽക്കൂര തീർത്ത കുടിൽ. ആ കുടിലിലാണ് യാക്കൂബ് അലൈഹി ഇസ്ലാം താമസിക്കുന്നത്. കൂടെ ബുന്യാമീനുമുണ്ട്. അല്പം അകലെ ധാരാളം വീടുകളുമുണ്ട്. അവയിൽ 10 എണ്ണം യാക്കൂബ് അലൈഹി ഇസ്ലാമിന്റെ മക്കളുടേതാണ്. അവരെല്ലാം സ്വയം പര്യാപ്തരായിട്ടുണ്ട്. മക്കൾക്കെല്ലാം ഭാര്യമാരും മക്കളുമുണ്ട്. പഴയ തറവാട് വീട്. ആ വീട്ടിലാണ് യൂസുഫ് അലൈഹി ഇസ്ലാം വളർന്നത്. യൂസുഫ് അലൈഹി ഇസ്ലാമിന്റെ ഉമ്മ റാഹേൽ മരണപ്പെട്ടതും അവിടെ വെച്ച് തന്നെ. ഇപ്പോൾ ആ വീടില്ല. ആൾതാമസമില്ലാതെ അത് നാമാവിശേഷമായിരിക്കുന്നു. ഒട്ടകപ്പുറത്ത് യാത്രക്കാർ പോവുകയാണ്. ചാക്കിൽ ധാന്യവുമുണ്ട്. അവർ യാക്കൂബ് അലൈഹി ഇസ്ലാമിനെ സന്ദർശിച്ചു. ഈജിപ്തിലെ അസീസിനെ സംബന്ധിച്ചാണ് സംസാരിക്കുന്നത്. ഔദാര്യവാനാണ് അദ്ദേഹം. പ്രജാക്ഷേമ തൽപരനാണ്. സ്വന്തം നാട്ടുകാർക്കെന്ന പോലെ അന്യ നാട്ടുകാർക്കും സഹായം ചെയ്യുന്നുണ്ട്. ഈജിപ്തിലെ അസീസിനെ സംബന്ധിച്ച് യാക്കൂബ് അലൈഹി ഇസ്ലാമിന്റെ മക്കൾ അറിയാനിടയായി. പട്ടിണി കൊണ്ടവർ പ്രയാസപ്പെടുകയായിരുന്നു. അവർ 10 പേരും പിതാവിന്റെ അടുക്കൽ വന്നു. ഉപ്പാ, ഞങ്ങളുടെ മക്കൾ വിശന്നു കരയുകയാണ്. അഷ്ടിക്ക് വകയില്ല, തൊഴിലില്ല. എന്തു ചെയ്യും? ഈജിപ്തിലെ അസീസിനെ സംബന്ധിച്ച് കേട്ടിട്ടുണ്ട്. ഉദാരമതിയാണ് അദ്ദേഹം. ഞങ്ങൾ അങ്ങോട്ട് പോയാലോ? അദ്ദേഹം സഹായിക്കുമോ? മക്കളെ, അസീസ് മാന്യനാണ്. അദ്ദേഹം സഹായിക്കും. ധാന്യത്തിന് പകരമായി എന്തെങ്കിലും നൽകണം. എന്താ നിങ്ങളുടെ അടുക്കലുള്ളത്? അവർ മുഖത്തോട് മുഖം നോക്കി. പട്ടുവസ്ത്രമുണ്ട്, അല്പം സ്വർണവും. അവർ പറഞ്ഞു, അത് മതി. പാത്രവുമായി നിങ്ങൾ ഉടനെ പുറപ്പെടുക. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അസീസ് എന്ന മഹാരാജാവിന്റെ സന്നിധിയിലേക്കാണ് നിങ്ങൾ പോകുന്നത്. തികഞ്ഞ അച്ചടക്കം പാലിക്കണം. ചോദ്യങ്ങൾക്ക് ശാന്തമായി ഉത്തരം നൽകണം. രാജാവിന്റെ മുഖത്ത് നോക്കി സംസാരിക്കണം. അദ്ദേഹം സംസാരിക്കുമ്പോൾ അങ്ങും ഇങ്ങും നോക്കരുത്. അവർ യാത്രയായി. രാജ്യാതിർത്തിയിൽ എത്തിച്ചേർന്നു. വല്ലാത്ത ക്ഷീണം. നടന്നു നടന്ന് തളർന്നിരിക്കുന്നു. വല്ലാത്ത ദാഹവുമുണ്ട്. ഉദ്യോഗസ്ഥർ വിവരങ്ങൾ ശേഖരിച്ചു. കനാൻ ദേശക്കാരാണ്, ക്ഷീണിതരാണ്. സത്രത്തിൽ താമസിക്കാൻ സൗകര്യം ഏർപ്പെടുത്തി കൊടുത്തു. നല്ല ഭക്ഷണവും നൽകി. ഹാവു, ആശ്വാസമായി. എത്ര നല്ല ഉദ്യോഗസ്ഥർ! രാജാവ് നല്ലവനായാൽ ഉദ്യോഗസ്ഥരും നല്ലവനായി തീരും. അവർ അടക്കം പറഞ്ഞു. കാലത്ത് യാത്ര തുടർന്നു. ഈജിപ്തിൽ എത്തിക്കഴിഞ്ഞു. അസീസിനെ കാണണം. അവർക്ക് ധൃതിയായി. ധാരാളം ആളുകളുണ്ട്. അവരിൽ സ്വദേശികളും വിദേശികളുമുണ്ട്. എല്ലാം ഒരേ ആവശ്യക്കാർ.
അല്പം കഴിഞ്ഞു ഭക്ഷണം ലഭിച്ചു. അകത്ത് കയറി അസീസിനെ കണ്ടു. ഹൗ, എന്തൊരു ഭംഗി, എന്തൊരു ഗാംഭീര്യം! അസീസ് അവരെ ശ്രദ്ധിക്കുകയാണ്. തന്റെ ജ്യേഷ്ഠ സഹോദരങ്ങളാണ് വന്നിരിക്കുന്നത്. കാര്യമായ മാറ്റങ്ങളൊന്നും അവരിൽ സംഭവിച്ചിട്ടില്ല. എന്നെ തിരിച്ചറിയുമോ? ഇല്ല, അതിനുള്ള സാധ്യതയില്ല. അവരുടെ വിശ്വാസത്തിൽ ഞാനിപ്പോൾ അടിമയായിരിക്കുമല്ലോ. ഏതെങ്കിലും ധനികന്റെ വീട്ടിൽ വേല ചെയ്യുന്ന അടിമ. യൂസുഫ് അലൈഹിസ്ലാം ചിന്തയിലാണ്ടു. പരിചാരകനെ വിളിച്ചു. അതാ, കനാനിൽ നിന്നും വന്ന ആ വ്യക്തികൾക്ക് ആഹാരം നൽകൂ. അവരിൽ യാത്രാക്ഷീണം കാണുന്നുണ്ട്. നിർദ്ദേശപ്രകാരം അവർ ഭക്ഷണ ഹാളിലേക്ക് ക്ഷണിക്കപ്പെട്ടു. മൃഷ്ടാർന്ന ഭക്ഷണം, ഹൃദ്യമായ സ്വീകരണം, വശ്യമായ പെരുമാറ്റം. അവർ സന്തുഷ്ടരായി. ഈ ദാരിദ്ര്യകാലത്ത് ഇങ്ങനെയൊരു ഭക്ഷണം നൽകാൻ കരുണയുള്ളവർക്കേ കഴിയൂ. അവർ പരസ്പരം പറഞ്ഞു. അസീസ് അവരുടെ അടുത്തേക്ക് വന്നു. എങ്ങനെയാണ് ആദരിക്കേണ്ടത് എന്നവർക്ക് അറിയില്ലായിരുന്നു. നാട്ടിലെ സ്ഥിതി, കുടുംബ വിവരങ്ങൾ എന്നിവ ചോദിച്ചറിഞ്ഞു. ഞങ്ങൾ 10 സഹോദരങ്ങളാണ് വന്നിരിക്കുന്നത്. ഞങ്ങളുടെ പിതാവ് ആദരണീയനായ യാക്കൂബ് നബിയാണ്. നല്ല പ്രായമുണ്ട്, കാഴ്ചക്ക് ഭംഗം വന്നിട്ടുണ്ട്, അവർ പറഞ്ഞു. പിന്നെ ആരാണ് കുടുംബത്തിലുള്ളത്? യൂസുഫ് അലൈഹിസ്ലാം ചോദിച്ചു. ഞങ്ങൾക്കൊരു അനുജനുമുണ്ട്, ബുന്യാമീൻ. അവൻ ഉപ്പയോടൊപ്പമാണ് താമസം. പിന്നെ ഞങ്ങളുടെ അമ്മായിയുമുണ്ട്. അവരാണ് ബുന്യാമീനെ വളർത്തിയത്. കുടുംബകഥകൾ വിവരിച്ചു. പക്ഷേ യൂസുഫിനെ സംബന്ധിച്ച് അവർ ഒന്നും പറഞ്ഞില്ല. ഭക്ഷണാനന്തരം അവർക്ക് ധാന്യങ്ങൾ നൽകി. 1 മാസത്തേക്ക് മതിയായ വിഭവങ്ങൾ. അസീസിന് നന്ദി പറഞ്ഞ് അവർ യാത്രയാകുകയാണ്. നിങ്ങൾ ഇനിയും വരണം. ഇനി വരുമ്പോൾ കൊച്ചനുജനെ കൂടി കൊണ്ടുവരണം. എങ്കിൽ മാത്രമേ വിഭവങ്ങൾ നൽകുകയുള്ളൂ. കേട്ടില്ലേ? അസീസ് നിർദ്ദേശിച്ചു. അത് സമ്മതിച്ചു അവർ യാത്രയായി. നമ്മുടെ കൂടെ ബുന്യാമിനെ ഉപ്പ അയക്കുമോ? അത് പ്രയാസമാണ്. യൂസഫിനെ പണ്ട് അയച്ചു തന്നതാണ്. ആ ദുഃഖത്തിൽ നിന്ന് ഇനിയും ഉപ്പ മോചിതനായിട്ടില്ല. ഉപ്പയുടെ കാഴ്ച നശിക്കാൻ കാരണം തന്നെ നിർത്താതെയുള്ള കരച്ചിലും ഉറക്കമില്ലായ്മയുമാണ്. അവർ അഭിപ്രായപ്പെട്ടു. ഉപ്പ സമ്മതിച്ചാൽ തന്നെ ബുന്യാമിൻ നമ്മുടെ കൂടെ വരുമോ? അവനും നമ്മെ സംശയമാണല്ലോ. ചർച്ച തുടരുകയാണ്. തന്റെ സഹോദരങ്ങളെ ഒരിക്കൽ കൂടി കാണാൻ കഴിഞ്ഞല്ലോ. പ്രിയ പിതാവിനെ കുറിച്ചും അറിയാൻ കഴിഞ്ഞു. ഉപ്പ, ബുന്യാമീൻ, അമ്മായി, അവരെ എല്ലാം നേരിൽ കാണാൻ കൊതിയായിരിക്കുകയാണ്. യൂസുഫ് അലൈഹി ഇസ്ലാമിന് സന്തോഷമായി. അള്ളാഹുവിന് സ്തുതികൾ അർപ്പിച്ചു. അൽഹംദുലില്ലാ. മക്കളെല്ലാവരും യാക്കൂബ് അലൈഹി ഇസ്ലാമിന്റെ വസതിയിൽ തിരിച്ചെത്തി. മിസ്രിലെ അസീസിന്റെ നന്മകളെ കുറിച്ച് വാ തോരാതെ സംസാരിക്കുകയാണവർ. ലഭിച്ച വസ്തുക്കൾ അവർ ഉപ്പയുടെ മുന്നിൽ പ്രദർശിപ്പിച്ചു. ഇതാ, നമ്മൾ പാരിതോഷികമായി കൊടുത്ത പട്ടും സ്വർണവും തിരിച്ചു നൽകിയിരിക്കുന്നു. അദ്ദേഹം അത് സ്വീകരിച്ചിട്ടില്ല. അസീസ് തികച്ചും ഉദാരൻ തന്നെ. അവർ ആശ്ചര്യഭരിതരായി. കൻഅൻവാസികൾ സമർപ്പിച്ച വസ്തുക്കൾ അവരുടെ ധാന്യചാക്കുകളിൽ തന്നെ നിക്ഷേപിക്കണം. അത് അവർക്ക് തന്നെ ഉപകാരമാവട്ടെ എന്ന് യൂസുഫ് അലൈഹി ഇസ്ലാം നിർദ്ദേശം നൽകിയിരുന്നു. ഉദ്യോഗസ്ഥർ അപ്രകാരം ചെയ്യുകയുമുണ്ടായി. യാക്കൂബ് അലൈഹി ഇസ്ലാമിന് സന്തോഷമായി. ചെറിയൊരു സന്ദേഹവും. ഉപ്പ, അസീസ് രാജാവ് ഒരു കാര്യം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. മക്കൾ അറിയിച്ചു. എന്താണത് പ്രത്യേക കാര്യം? ഇനി വരുമ്പോൾ ബുന്യാമിനെയും കൂട്ടണം. എങ്കിൽ മാത്രമേ വിഭവങ്ങൾ നൽകുകയുള്ളൂ. മക്കളെ, ഇക്കാര്യം നിങ്ങൾ ആവശ്യപ്പെടരുത്. യൂസഫിനെ കൊണ്ടുപോയത് നിങ്ങളല്ലേ? എന്തെല്ലാം ഉറപ്പുകളാണ് അന്ന് നിങ്ങൾ നൽകിയിരുന്നത്. ഇനി ഒരു മകന്റെ നഷ്ടം കൂടി സഹിക്കുവാനുള്ള ശേഷി എനിക്കില്ല. യാക്കൂബ് അലൈഹി ഇസ്ലാമിന്റെ വാക്കുകൾക്ക് മറുപടി പറയാതെ അവർ അവരുടെ വീടുകളിലേക്ക് പോയി. ദിവസങ്ങൾ കൊഴിഞ്ഞു വീണു. ആഴ്ചകളായി. മാസം പൂർത്തിയായിരിക്കുന്നു. കൊണ്ടുവന്ന ഭക്ഷ്യവസ്തുക്കൾ തീർന്നിരിക്കുന്നു. 10 പേരും ഉപ്പയുടെ അടുക്കലെത്തി. ഭക്ഷണമില്ലെങ്കിൽ കുട്ടികൾ പട്ടിണി കിടന്നു മരിക്കും. യൂസുഫിനെ പോലെയല്ല. ബുന്യാമിൻ യുവാവായിട്ടുണ്ടല്ലോ. ഉപ്പ ഭയപ്പെടേണ്ട. അവന് ഒന്നും സംഭവിക്കുകയില്ല. അള്ളാഹുവിൽ സത്യം ചെയ്തുകൊണ്ടാണ് അവർ സംസാരിച്ചിരുന്നത്. അള്ളാഹുവിനെ സാക്ഷിയാക്കി ഒരു കാര്യം ആവശ്യപ്പെട്ടാൽ എങ്ങനെയാണ് നിരാകരിക്കുക? അവസാനം യാക്കൂബ് അലൈഹി ഇസ്ലാം സമ്മതം നൽകി. അവർ 11 പേർ യാത്രക്കൊരുങ്ങി. ചാക്കുകളും വടികളുമായി അവർ പുറപ്പെടുകയാണ്. ഇത്തവണ വാക്ക് പാലിക്കണം. ബുന്യാമിനെ ഒന്നും സംഭവിക്കരുത്. ഉപ്പയുടെ വിശ്വാസം നേടിയെടുക്കണം. 10 പേരിലും ഒരേ ചിന്തയാണ്. അവർ ധൃതിയിൽ നടന്നു നീങ്ങിക്കൊണ്ടിരുന്നു. മക്കളെ, നിങ്ങൾ ഒരേ കവാടത്തിലൂടെ പ്രവേശിക്കരുത്. വ്യത്യസ്ത വാതിലുകളിലൂടെ കടക്കണം. നിങ്ങൾ കരുത്തുറ്റവരും സുമുഖരുമാണ്. ദൃഷ്ടിദോഷം ഏൽക്കാൻ സാധ്യതയുണ്ട്. യാക്കൂബ് അലൈഹി ഇസ്ലാം ഉപദേശിച്ചു. കണ്ണീർ, അതൊരു സത്യമാണ്. ചിലരുടെ ദൃഷ്ടി വിശലിപ്തമായിരിക്കും. ചിലരുടെ വാക്കുകൾക്കുമുണ്ട് ദോഷഫലം. കണ്ണീർ ഒട്ടകത്തെ ചട്ടിയിലേക്കും മനുഷ്യനെ കബറിലേക്കും എത്തിക്കുമെന്നാണ് നബിവചനം. പ്രാർത്ഥന കൊണ്ടാണ് ഇതിൽ ശമനമുള്ളത്.
സൂക്ഷ്മതയും ആവശ്യമാണ്. സൂക്ഷിക്കാൻ വേണ്ടി യാക്കൂബ് അലൈഹിസ്സലാം മക്കൾക്ക് നിർദ്ദേശം നൽകി. വിശാലമായ മരുഭൂമിയിലൂടെ അവർ യാത്ര തുടർന്നു. പെരുവഴിയിലൂടെ പതികരുടെ പ്രവാഹം തന്നെയാണ്. രാജാതിർത്തിയിലെത്തി അന്വേഷണങ്ങൾ കഴിഞ്ഞു. പിതാവിന്റെ നിർദ്ദേശപ്രകാരം വ്യത്യസ്ത കവാടങ്ങളിലൂടെ കൊട്ടാരത്തിൽ പ്രവേശിച്ചു. ഹൃദ്യമായ സ്വീകരണം. പ്രത്യേക ഇരിപ്പിടത്തിൽ അവർ ഉപവിഷ്ടരായി. യൂസുഫ് അലൈഹിസ്സലാം കൊച്ചനുജനെ ശ്രദ്ധിച്ചു. കണ്ടാൽ തിരിച്ചറിയാത്ത വിധം വളർന്നു വലുതായിരിക്കുന്നു. അല്പം കഴിഞ്ഞു പോകാം, പരിസരമൊക്കെ ഒന്ന് കണ്ട് ആസ്വദിച്ചോളൂ. അസീസിന്റെ സ്നേഹോപദേശം. അവർക്കത് സന്തോഷമായി. കൊട്ടാരം ചുറ്റിക്കാണാൻ അവർ എഴുന്നേറ്റു. ബുന്യാമിനെ അസീസ് തന്റെ അടുത്തേക്ക് വിളിച്ചു. ഇരിക്കൂ ബുന്യാമിൻ, നിനക്ക് എന്നെ അറിയുമോ? യൂസുഫ് അലൈഹിസ്സലാം പതുക്കെ ചോദിച്ചു. ഇല്ല, അങ്ങയെ എനിക്കറിയില്ല. മോനെ, ഞാൻ നിന്റെ ഇക്കയാണ്. യൂസുഫാണ് ഞാൻ. യൂസുഫിക്കയോ? സുബ്ഹാനല്ലാ, ഞാൻ എന്താണ് ഈ കേൾക്കുന്നത്? ഇക്ക, അദ്ദേഹം യൂസുഫ് അലൈഹിസ്സലാമിനെ കെട്ടിപ്പിടിച്ചു. കരയാൻ തുടങ്ങി. സന്തോഷത്തിന്റെ കണ്ണുനീർ പൊഴിച്ചു. അവർ അല്പനേരം സ്വകാര്യ സംഭാഷണം നടത്തി. ബുന്യാമിനെ യൂസുഫ് അലൈഹിസ്സലാമിന് ലഭിക്കണം. അതിനുള്ള പദ്ധതികൾ പ്ലാൻ ചെയ്തു. കാഴ്ചകൾ കണ്ട് സഹോദരങ്ങൾ തിരിച്ചെത്തി. സ്വകാര്യ സംഭാഷണങ്ങൾ അവർ അറിഞ്ഞിരുന്നില്ല. അവർക്ക് വിഭവസമൃദ്ധമായ ഭക്ഷണം നൽകി. തുടർന്ന് ധാന്യങ്ങൾ വിതരണം ചെയ്തു. ഓരോരുത്തർക്കും ഓരോ പാത്രത്തിൽ ആക്കുകയായിരുന്നു അത്. 11 പേരും യാത്രയായേ. കൂടെ മറ്റുള്ളവരുമുണ്ട്. ധാന്യങ്ങൾ വാങ്ങിയവർ, വാങ്ങാനെത്തിയവർ, എത്തിക്കൊണ്ടിരിക്കുന്നവർ. ഉടനെ ഒരു വിളിയാളം കേട്ടു. ഒന്ന് നിൽക്കണേ, ധാന്യങ്ങൾ വാങ്ങി പോകുന്നവർ നിൽക്കണേ, ഒരു സാധനം നഷ്ടപ്പെട്ടിട്ടുണ്ട്. എല്ലാവരും ചുമടുകൾ ഇറക്കി വെച്ചു. എന്താണ് നഷ്ടപ്പെട്ടത്? അന്വേഷിച്ചറിയുകയാണ്. പാനപാത്രമാണ് നഷ്ടപ്പെട്ടത്. അസീസ് വെള്ളം കുടിക്കുന്ന പാനപാത്രം. ധാന്യങ്ങൾ അളക്കാനും അത് ഉപയോഗിക്കാറുണ്ട്. പരിശോധിക്കണം, നിങ്ങളുടെ ചാക്കുകളെല്ലാം പരിശോധിക്കണം. അസീസിന്റെ കൽപ്പനയാണ്. ഉദ്യോഗസ്ഥർ വന്ന് പരിശോധന തുടങ്ങി. നിശ്ചിതമായ പരിശോധന. ആരുടെ ധാന്യചാക്കിൽ നിന്നാണോ അളവ് പാത്രം ലഭിച്ചത് അവനെ തടവിലാക്കണം. അതായിരിക്കും ശിക്ഷ. അവസാനമാണ് ബുന്യാമിന്റെ ചാക്ക് പരിശോധിച്ചത്. ഇതാ, ഈ കെട്ടിൽ നിന്നും പാത്രം ലഭിച്ചിരിക്കുന്നു. ഉദ്യോഗസ്ഥൻ ബുന്യാമിനെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി അസീസിന്റെ മുമ്പിൽ ഹാജരാക്കി. ഉടനെ 10 സഹോദരങ്ങളും അവിടെ എത്തി. അസീസിന്റെ മുഖം വിവരണമായിരിക്കുന്നു. ഇവന്റെ ചാക്കിൽ നിന്നാണ് അളവ് പാത്രം ലഭിച്ചത്. അതുകൊണ്ട് ഇവനെ തടവിലടക്കണം, അസീസ് പറഞ്ഞു. അങ്ങനെ പറയരുത്. ഞങ്ങളുടെ പിതാവ് വയോധികനാണ്. ഇവനെ കാണാത്ത പക്ഷം അദ്ദേഹം പ്രയാസപ്പെടും. അവർ കേണപേക്ഷിച്ചു. ശിക്ഷയിൽ ഇളവ് നൽകാൻ കഴിയില്ല. അസീസിന്റെ സ്വരം ഗൗരവമായിരുന്നു. ഞങ്ങളിൽ ഒരാളെ തടഞ്ഞു വെച്ചോളൂ. ഇവന് പകരമായി ഇവനെ വിട്ടുതരണമെന്ന് അപേക്ഷിക്കുകയാണ്, ദയനീയ സ്വരത്തിൽ അവർ പറഞ്ഞു. കുറ്റം ചെയ്തവനെ അല്ലാതെ മറ്റൊരാളെ ശിക്ഷിക്കുകയോ? എന്താ നിങ്ങൾ പറയുന്നത്? അത് നടപ്പുള്ള കാര്യമല്ല. അവർ ധർമ്മസങ്കടത്തിലായി. ഇനി എന്തു ചെയ്യും? ബുന്യാമിൻ മോഷണം നടത്തി. ഇവന്റെ സഹോദരനും പണ്ട് മോഷണം നടത്തിയിട്ടുണ്ടല്ലോ. അവരിൽ നിന്ന് ഒരാൾ പറഞ്ഞു. അബദ്ധത്തിൽ പറഞ്ഞു പോയതായിരുന്നു അത്. എന്റെ മേലിലാണ് ഇവർ മോഷണക്കുറ്റം ചുമത്തിയിരിക്കുന്നത് എന്ന് യൂസുഫ് അലൈഹിസ്സലാമിന് മനസ്സിലായി. പക്ഷേ അദ്ദേഹം ഒന്നും പ്രതികരിച്ചില്ല. ബുന്യാമിനെ വിട്ടുതരില്ല എന്നൊറപ്പായപ്പോൾ അവർ മടങ്ങാൻ തയ്യാറായി. എല്ലാവരും പ്രയാസത്തിലാണ്. ഉപ്പയോട് എന്ത് പറയും? റുബീൻ പറഞ്ഞു. അദ്ദേഹമാണല്ലോ മുതിർന്ന സഹോദരൻ. ഞങ്ങൾ 9 പേരും പോയിക്കൊള്ളുക. ഞാനിവിടെ നിൽക്കാം. പിതാവിന്റെ വിവരങ്ങൾ അറിയിക്കുക. എല്ലാം വിശദമായി പറയണം. ബുന്യാമിന്റെ സംരക്ഷണത്തിനായി റുബീൻ അവിടെ ഉണ്ടെന്നും അറിയിക്കുക. വിഷണ്ണരായി സഞ്ചരിച്ച അവർ പിതാവിന്റെ സന്നിധിയിലെത്തി. ഉപ്പ, ബുന്യാമിൻ അസീസിന്റെ പാനപാത്രം മോഷ്ടിച്ചു. ജനങ്ങളെല്ലാം അതിന് സാക്ഷികളാണ്. അവനെ അസീസ് തടവിലാക്കിയിരിക്കുകയാണ്. ഞങ്ങൾ പറയുന്നത് സത്യമാണ്. റുബീൻ ഞങ്ങളുടെ കൂടെ വന്നില്ല. ബുന്യാമിൻ ഇല്ലാതെ അവൻ എങ്ങനെ വരാനാണ്? മക്കൾ വ്യസനത്താൽ കരയുകയാണ്. യാക്കൂബ് അലൈഹിസ്സലാം തളർന്നുപോയി. ക്ഷമിക്കുക, നന്നായി ക്ഷമിക്കുക, അല്ലാതെ എന്തു ചെയ്യാൻ? നിങ്ങൾ എന്റെ യൂസഫിനെ നഷ്ടപ്പെടുത്തി. ഇപ്പോൾ ബുന്യാമിനെയും. ആ കണ്ണുകളിൽ നിന്നും ചുടുകണ്ണീർ ഒഴുകി തുടങ്ങി. ഞാൻ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്നു. എന്റെ മക്കളെ, നിങ്ങൾ അറിയാത്ത ചില കാര്യങ്ങൾ ഞാൻ അറിയുന്നുണ്ട്. യാക്കൂബ് അലൈഹിസ്സലാമിന്റെ ഭാവമാറ്റം മക്കൾ ശ്രദ്ധിച്ചു. പതിവ് പോലെ അവർ വീടുകളിലേക്ക് പോയി. പക്ഷെ സമാധാനമില്ല. ഉപ്പയുടെ വിളറിയ മുഖം, വെളുത്തുപോയ കൽത്തടങ്ങൾ അവർ കാണുകയാണ്. ബുന്യാമീനും റുബീനും തിരിച്ചു വരാത്ത വിവരം നാട്ടിലാകെ അറിഞ്ഞു. അവർക്ക് എന്തു സംഭവിച്ചു? യാക്കൂബ് നബിയെ ആശ്വസിപ്പിക്കാനായി മക്കളും മരുമക്കളും കുടുംബങ്ങളും അവിടെ ഒത്തുകൂടി.
ശബ്ദം കൊണ്ടല്ലാതെ ഒരാളെയും അദ്ദേഹത്തിന് തിരിച്ചറിയാൻ കഴിയുന്നില്ല. മക്കളെ, യാക്കൂബ് അലൈഹിസ്സലാം നീട്ടി വിളിച്ചു. എല്ലാവരും സന്നിധരായി. എന്താണപ്പാ? അവർ സ്നേഹത്തോടെ ചോദിച്ചു. ഞാൻ നിങ്ങളെ ഒരു പ്രധാന കാര്യം അറിയിക്കുകയാണ്. നിങ്ങൾ ഈജിപ്തിലേക്ക് പോകണം. ഇപ്പോൾ തന്നെ പുറപ്പെടുക. എന്നിട്ട് യൂസഫിനെ കുറിച്ച് അന്വേഷിക്കുക. എന്റെ മോൻ യൂസഫ് അവിടെയുണ്ട്. മക്കൾ ഞെട്ടിപ്പോയി. ഉപ്പ, എന്താണ് ഈ പറയുന്നത്? ഇപ്പോഴും താങ്കൾ പഴയ ചിന്തയിൽ തന്നെയാണോ? ഇത് വല്ലാത്തൊരു കഷ്ടമായി പോയി. കഷ്ടം തന്നെ. മക്കളെ, നിങ്ങൾ അറിയാത്ത കാര്യങ്ങൾ ഞാൻ അറിയുന്നുണ്ട്. എന്റെ മക്കൾ യൂസഫും ബുന്യാമിനും റുബീനും ഈജിപ്തിലുണ്ട്. തീർച്ചയാണ്. നിങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തുക. ഇത് സത്യമാണ്. യാക്കൂബ് അലൈഹി ഇസ്ലാമിന്റെ നിർദ്ദേശപ്രകാരം മക്കൾ വീണ്ടും ഈജിപ്തിലേക്ക് പുറപ്പെട്ടു. പ്രായാധിക്യം കൊണ്ട് ഉപ്പാക്ക് ഓരോന്ന് തോന്നുകയാണ്. യൂസഫിനെ എവിടെ നിന്ന് കിട്ടാൻ? ആ കച്ചവട സംഘം അവന് വിറ്റു കാണുമല്ലോ. ഇപ്പോൾ അവൻ ആരുടെയെങ്കിലും അടിമയായിരിക്കും. നമുക്ക് മോചിപ്പിക്കാൻ കഴിയുമോ? ഉടമ ആവശ്യപ്പെടുന്ന സംഖ്യ കൊടുക്കേണ്ടി വരും. ഈ വറുതി കാലത്ത് നാം എവിടെ നിന്ന് കൊടുക്കാനാണ്? അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ട് അവർ ഈജിപ്തിലെത്തി. അസീസ് രാജാവും ബുന്യാമിനും ഒന്നിച്ചിരിക്കുന്നു. സഹോദരങ്ങളെ പോലെ ജ്യേഷ്ഠന്മാരെ കണ്ട അവർ പുഞ്ചിരിച്ചു. അവർ കഷ്ടപ്പാടുകൾ വിവരിച്ചു. ഉപ്പയുടെ പ്രയാസം അറിയിച്ചു. യൂസുഫിനോടും സഹോദരനോടും നിങ്ങൾ ക്രൂരമായി പെരുമാറിയതല്ലേ? അക്കാര്യം നിങ്ങൾ മറന്നോ? അസീസിന്റെ ചോദ്യം കേട്ട് അവർ ഞെട്ടിവിറച്ചു.